ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഈ ട്രിക്ക് ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ടു നോക്കുക. ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ കാർഡ്സ് കൊടുത്തിട്ട് അവരുടെ 3 പാർട്ടായിട്ട് ഡീൽ ചെയ്യാൻ പറയാം. അവർക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ലെറ്റ്സ് അവരിവിടെ സ്റ്റോപ്പ് ചെയ്തു. അവർ സ്റ്റോപ്പ് ചെയ്ത സ്ഥലം മാർക്ക് ചെയ്യാനായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്തുള്ള ആ കാർഡ് നമുക്കിതുപോലെ തിരിച്ചു വയ്ക്കാം. എന്നിട്ട് മുഴുവൻ കാർഡുകളും ഇതുപോലെ ഒരുമിച്ചെടുക്കാം. എന്നിട്ട് അവരോട് വീണ്ടും ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ ഡീൽ ചെയ്യാൻ പറയാം. എന്നിട്ട് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. അവർക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. ലെറ്റ്സ് അവരിവിടെ സ്റ്റോപ്പ് ചെയ്തു. അവർ സ്റ്റോപ്പ് ചെയ്ത സ്ഥലം മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അവിടെയുള്ള കാർഡ് ഇതുപോലെ തിരിച്ചു വയ്ക്കാം. എന്നിട്ട് മുഴുവൻ കാർഡും ഇതുപോലെ എടുക്കാം. അവരിപ്പോൾ 4 സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. അവർക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. അവർ സ്റ്റോപ്പ് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ കാർഡുകൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിനടുത്ത് വന്ന കാർഡുകൾ ഏതാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ കാർഡിന് അടുത്ത് വന്ന കാർഡ് ഇവിടെ വയ്ക്കാം. രണ്ടാമത്തെ കാർഡ് അതിനടുത്ത് വന്ന കാർഡ് ഇവിടെ വയ്ക്കാം. മൂന്നാമത്തെ കാർഡ് അതിനടുത്ത് വന്ന കാർഡ് ഇവിടെ വയ്ക്കാം. നാലാമത്തെ കാർഡ് അതിനടുത്ത് വന്ന കാർഡ് ഇവിടെ വയ്ക്കാം. അവർക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യായിരുന്നു അല്ലേ. അവർ റാൻഡമായിട്ട് ഒരു സ്ഥലത്താണ് സ്റ്റോപ്പ് ചെയ്തത്. അവർ സ്റ്റോപ്പ് ചെയ്ത കാർഡിന് അടുത്ത് വന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. കിങ്, അഗൈൻ കിങ്, വീണ്ടും കിങ്, 4 കിങ്സ്. അതുമാത്രമല്ല ഒരു സർപ്രൈസുകളുണ്ട്. അവർ സ്റ്റോപ്പ് ചെയ്ത കാർഡിനെ അവിടെ വെച്ച് കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന ഈ കാർഡ്സ്, ഒരു ക്വീൻ, സെക്കൻഡ് ക്വീൻ, തേർഡ് ക്വീൻ, 4th ക്വീൻ. അടിപൊളി ട്രിക്കല്ലേ. എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഈ ട്രിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 52 കാർഡ്സ് വേണം. ജോക്കർ വേണ്ട. ജോക്കർ ഇല്ലാതെ ബാക്കിയുള്ള 52 കാർഡ്സ്. എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ 4 ക്വീൻസിനെയും 4 കിങ്സിനെയും റിമൂവ് ചെയ്യുക. ബാക്കി കാർഡ്സ് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആവാം. എന്നിട്ട് ഫസ്റ്റ് 3 ക്വീൻസിനെ മുകളിൽ വയ്ക്കുക, 3 കിങ്സിനെ അതിന് മുകളിൽ വയ്ക്കാം. സോ ടോപ്പിൽ നിന്ന് 3 കിങ്സ്, പിന്നെ 3 ക്വീൻസ്, പിന്നെ ബാക്കിയുള്ള കാർഡ്സ്. ഫേസിൽ ആദ്യം ക്വീനെ വയ്ക്കുക, പിന്നെ കിങ് വയ്ക്കുക. ഇതാണ് ഈ ട്രിക്കിൻ്റെ പ്രിപ്പറേഷൻ. ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് 3 കിങ്, 3 ക്വീൻ, ബാക്കി കാർഡ്സ് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആവാം. ലാസ്റ്റ് ഒരു ക്വീൻ, ഒരു കിങ്. ഈ ഓർഡറിൽ കാർഡ്സ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീഡിയോ കണ്ടപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഈ ട്രിക്ക് എപ്പോഴും വർക്ക് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് വീഡിയോസ്, ട്യൂട്ടോറിയൽസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാണാം.